തിരുവചനം തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ദൈവവചന ഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 38-ാമത്തെ തിരുവചനമാണ്. അവിടെ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറിപ്പോയി. അപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ കുരിശു മരണ സമയത്തെക്കുറിച്ചാണ്. കർത്താവായ യേശു തൻ്റെ ജീവൻ പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ആ സമയം, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ജീവനെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ദേവാലയത്തിൻ്റെ അകത്ത് വലിയൊരു അടയാളം സംഭവിക്കുകയാണ്. സകല മനുഷ്യർക്കും മനസ്സിലാകുന്ന തരത്തിൽ പിതാവായ ദൈവം ഒരു വലിയ അടയാളം കാണിക്കുകയാണ്. ആ അടയാളം എന്ന് പറയുന്നത്, ഇതാ ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറിപ്പോയി. ഈ കേർട്ടൺ അല്ലെങ്കിൽ ഈ തിരശ്ശീല ചെറിയ തിരശ്ശീലയല്ല. ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, ആ തിരശ്ശീല ജെറൂസലേം ദേവാലയത്തിൽ ഇട്ടിരുന്ന തിരശ്ശീല വളരെ വലുതായിരുന്നു. അതിന് 60 അടി ഉയരമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 10 ആളിൻ്റെ ഉയരം. ചിന്തിച്ച് നോക്കുക, 60 അടി ഉയരമുള്ള തിരശ്ശീല, 30 അടി വീതിയുള്ള തിരശ്ശീല, ഒരു കൈപ്പത്തിയുടെ അത്രയും വണ്ണം അതിനുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീട്ടിലിടുന്ന കേട്ടണുകൾ അത് 72 എണ്ണം ഒരുമിച്ച് വച്ചാൽ ഉണ്ടാകുന്ന വണ്ണം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഒരു കൈപ്പത്തിയുടെ അത്രയും വണ്ണം അതിനുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞത് എന്തിനാണെന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ അത് കീറാൻ ബുദ്ധിമുട്ടാണ്. 72 കേട്ടണുകൾ ഒരുമിച്ച് വച്ചാലൊത്ത വണ്ണമുള്ള 60 അടി ഉയരവും 30 അടി വീതിയുമുള്ള ഈ തിരശ്ശീല സാധാരണഗതിയിൽ മനുഷ്യർക്ക് പോലും കീറാൻ ബുദ്ധിമുട്ടാണ്. ഇനി മനുഷ്യൻ കീറുകയാണെങ്കിലും അത് താഴെ നിന്ന് മുകളിലോട്ടായിരിക്കും കീറുന്നത്. ഇവിടെ നമ്മൾ സംഭവിച്ചിരിക്കുന്നത് കാണുന്നത്, ദേവാലയത്തിലെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറിപ്പോയി. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം എന്താണ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഓരോ സംഭവങ്ങളിലൂടെയും നമ്മെ ചില സത്യങ്ങൾ മനസ്സിലാക്കി തരുവാൻ സ്നേഹപിതാവായ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ കുരിശുമരണത്തിൽ സംഭവിച്ച ഈ തിരശ്ശീല ചീന്തലിലൂടെ കർത്താവ് നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന 4 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായത്, വേർതിരിവിൻ്റെ തിരശ്ശീല കീറപ്പെട്ടു. ദ വെയിൽ ഓഫ് സെപ്പറേഷൻ. വേർതിരിവിൻ്റെ ഒരു കേർട്ടൺ, ഒരു തിരശ്ശീല ദൈവം തന്നെ വലിച്ചു കീറുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ വേർതിരിവ്? ദൈവവും മനുഷ്യനും തമ്മിലുള്ള വേർതിരിവിനെയാണ് ഈ കേർട്ടൺ കാണിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവിടെ ഒരു തരത്തിലുള്ള വേർതിരിവും ഇല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും പറുദീസയിൽ ഉണ്ടായിരുന്നു. 24 മണിക്കൂറും മനുഷ്യൻ ദൈവ സാന്നിധ്യത്തിൽ ജീവിച്ചു. ദൈവത്തോടുകൂടി ഇടമുറിയാത്ത ഒരു കൂട്ടായ്മ മനുഷ്യന് ആചരിക്കുവാൻ, കൊണ്ടു നടക്കുവാൻ സാധിച്ചിരുന്നു. ദൈവത്തിൻ്റെ മാറിൽ ചേർന്നിരിക്കാൻ മനുഷ്യന് സാധിച്ചിരുന്നു. ദൈവം കൊടുത്ത സകല അനുഗ്രഹങ്ങളും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അനുഭവിക്കുവാനും ആസ്വദിക്കാനും മനുഷ്യന് സാധിച്ചിരുന്നു. പറുദീസ എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ആത്മീയാർത്ഥം ദൈവത്തോടുകൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ തന്നെ ഒരു തിരശ്ശീല ഉണ്ടാക്കുകയാണ്. അതായത് മനുഷ്യൻ ദൈവത്തിൽ നിന്നും ഓടിയകന്നു. പാപം ചെയ്ത മനുഷ്യനെ കാണുവാൻ വേണ്ടി ദൈവം ഇറങ്ങി വരുമ്പോൾ മനുഷ്യൻ ഓടി ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു. അതായത് മനുഷ്യൻ തന്നെ ഒരു തിരശ്ശീല ഉണ്ടാക്കുകയാണ്. എനിക്കിനി ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റില്ല, ദൈവത്തിൻ്റെ അടുത്ത് എനിക്ക് കുറ്റബോധമില്ലാതെ ചെല്ലാൻ പറ്റുകയില്ല, ദൈവമേ അങ്ങാര് ഞാനാര് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തിരശ്ശീലയ്ക്ക് പുറകിൽ മറയുന്ന ആദത്തെയും ഹവ്വയെയും ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ താളുകളിൽ നമ്മൾ കാണുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ തിരശ്ശീല ചീന്തിക്കളയണമെന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷെ ദൈവത്തെ കൊണ്ട് പോലും, നീതിമാനായ ദൈവത്തിന് നീതിയിൽ മാത്രം പ്രവർത്തിക്കാൻ കഴിയും എന്നതിനാൽ, നീതി വിട്ടൊരു കാര്യം ദൈവത്തിന് ചെയ്യാൻ പറ്റാത്തതിനാൽ
അവിടുന്ന് സ്നേഹമാണ്, അതേസമയം പരിശുദ്ധനുമാണ്, അതേസമയം അവിടുന്ന് നീതിമാനുമാണ്. അതുകൊണ്ട് നീതിക്ക് വിരുദ്ധമായതൊന്നും ചെയ്യാൻ പറ്റാത്തതിനാൽ ആ തിരശീല അവിടെ തന്നെ കിടക്കുകയാണ്. മനുഷ്യവർഗത്തിൻ്റെ ചരിത്രം മുന്നോട്ട് പോകുമ്പോൾ സമാഗമ കൂടാരം ടബർനാക്കിളുടെ അകത്ത് പോലും നമ്മൾ 3 ഭാഗങ്ങൾ കാണുകയാണ്. എക്സ്റ്റേണൽ കോർട്ട്, മിഡിൽ കോർട്ട് ആൻഡ് ദി ഇന്നർ കോർട്ട്. അതായത് ഏറ്റവും പുറമെയുള്ള ഭാഗം, മധ്യഭാഗം, അതിപരിശുദ്ധ സ്ഥലം. അതായത് ബാഹ്യമായിട്ടുള്ള ഒരു സ്ഥലം, പരിശുദ്ധ സ്ഥലം, അതിപരിശുദ്ധ സ്ഥലം. അതിപരിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത് ആലയത്തിൻ്റെ ഏറ്റവും ഉള്ളിലാണ്. ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറുന്ന ഭാഗത്താണ് നമ്മൾ ഈ കാണുന്ന തിരശീല എന്ന് പറയുന്ന ഭാഗം ഇട്ടിരിക്കുന്നത്. അതായത് സാധാരണ മനുഷ്യർക്കോ സാധാരണ പുരോഹിതർക്കോ പോലും കയറാൻ പറ്റുകയില്ല. അവിടെ കെരൂബുകളുടെ മധ്യത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യമുണ്ട്. അവിടെ നിശബ്ദതയുണ്ട്. അവിടെ മറ്റ് പ്രകാശമൊന്നുമില്ല. അവിടെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം. അത് എല്ലാവർക്കും അനുഭവിക്കുവാൻ പറ്റുമായിരുന്നില്ല. പ്രധാന പുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ കുഞ്ഞാടിൻ്റെ രക്തം കൈകളിൽ പിടിച്ചുകൊണ്ട് വിറയ്ക്കുന്ന കാലുകളുമായി കടന്നു വരുമ്പോൾ പാപമെല്ലാം ഏറ്റുപറയപ്പെട്ട അവസ്ഥയിൽ ഏതാനും നിമിഷങ്ങൾക്ക് വേണ്ടി നിമിഷത്തേക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്ന ഒരു ദൈവ സാന്നിധ്യം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവത്തിൻ്റെ മനസ്സിൽ ഇതല്ലായിരുന്നു. ദൈവത്തിൻ്റെ മനസ്സിൽ ഇതായിരുന്നു എന്ന് പറഞ്ഞാൽ, ഉൽപ്പത്തി പുസ്തകത്തിൽ എങ്ങനെയാണോ മനുഷ്യൻ ദൈവത്തോടു കൂടെ നടന്നത്, ദൈവത്തിൻ്റെ കൈക്ക് പിടിച്ച് നടന്നത് എങ്ങനെയാണോ, ദൈവത്തിൻ്റെ മാറോട് ചേർന്നിരുന്നത് എങ്ങനെയാണോ, ദൈവത്തെ അപ്പ എന്ന് വിളിച്ചുകൊണ്ട് മടിയിൽ കയറിയിരുന്നത് എങ്ങനെയാണോ, 24 മണിക്കൂറും മുറിഞ്ഞു പോകാത്ത ആ വലിയ സാന്നിധ്യത്തിൻ്റെ ഉള്ളിൽ എന്നും മനുഷ്യനായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഉദാഹരണമായി, മത്സ്യങ്ങൾ 24 മണിക്കൂറും കടലിൽ ആയിരിക്കുന്നത് പോലെ, പക്ഷികൾ 24 മണിക്കൂറും വായുവിൽ ആയിരിക്കുന്നത് പോലെ, മനുഷ്യർ 24 മണിക്കൂറും ദൈവത്തിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൽ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ഭൂമിയിലെ സകല സൗഭാഗ്യങ്ങളും അവന് കിട്ടിയാലും അതിലവൻ ആനന്ദം കൊള്ളാതെ പകരം തന്നെ സൃഷ്ടിച്ച തൻ്റെ ദൈവത്തിൽ ആനന്ദിക്കുന്ന അവസ്ഥയിലായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് ഓരോ മനുഷ്യനും പറയത്തക്കവണ്ണം ദൈവ സാന്നിധ്യം എന്നിൽ നിറഞ്ഞു നിൽക്കുന്നു, ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നെ ചുറ്റിയിരിക്കുന്നു എന്ന് പറയത്തക്കവണ്ണം അവൻ ദൈവത്തിലും ദൈവം അവനിലുമായിരിക്കണം ദൈവം ആഗ്രഹിച്ചു. പക്ഷേ പ്രിയപ്പെട്ടവരെ, പാപം ഇതിന് തടസ്സമായി മാറുകയാണ്. നമ്മളിവിടെ കാണുന്നത് മനുഷ്യനും ദൈവവുമായിട്ടുള്ള വേർതിരിവ് പാപമാണ്. ഈ ഭിത്തി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പാപത്തിൻ്റെ ഭിത്തിയാണ്. ഇതിനെ ഇടിച്ച് തകർക്കണമെങ്കിൽ പാപത്തിന് പരിഹാരം ചെയ്തേ പറ്റൂ. മനുഷ്യൻ്റെ പാപത്തിന് അവനെ കൊണ്ട് പരിഹാരം ചെയ്യാൻ പറ്റാത്തതിനാൽ ദൈവം തന്നെ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. അവിടുന്ന് മനുഷ്യനായിട്ട് കടന്നു വന്ന് ഒരു പാപവും ഇല്ലാതെ 33.5 വർഷം ജീവിച്ചു കാണിക്കുന്നു. അതിൻ്റെ ഒടുവിൽ കുരിശിൽ മരിക്കുന്നു. സകല മനുഷ്യരുടെയും പാപത്തിന് അവിടുന്ന് പരിഹാരം ചെയ്യുന്നു. അതിൻ്റെ ഒടുവിൽ തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കരങ്ങളിൽ കുരിശിൽ കിടന്നുകൊണ്ട് ഏൽപ്പിച്ച് തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്ന സമയത്ത്, മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാര ബലി പൂർത്തിയായ സമയത്ത് ഒരു അടയാളം സംഭവിക്കുകയാണ്. എന്താണത്? മനുഷ്യനും ദൈവവും തമ്മിൽ വേർതിരിവുണ്ടായിരുന്ന മതിൽ ദൈവം ഇടിച്ചു കളയുകയാണ്. ആ ഭിത്തിയെ ദൈവം തന്നെ തകർത്ത് കളയുകയാണ്. അതിൻ്റെ അടയാളമായി ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആ കേർട്ടൻ, ആ തിരശീല മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചു കീറുകയാണ്. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, മനുഷ്യനോട് ദൈവം ക്ഷമിച്ചു എന്നതിൻ്റെ അടയാളം കൂടിയാണിത്. മനുഷ്യവർഗത്തോട് ദൈവം എന്നേക്കുമായിട്ട് ക്ഷമിച്ചിരിക്കുന്നു. പാപികളായ മനുഷ്യനെ കൈനീട്ടി വിളിച്ചുകൊണ്ട് ദൈവം തൻ്റെ മാറിലേക്ക് വിളിക്കുന്നതിൻ്റെ അടയാളം കൂടെയാണ് ഈ തിരശീല ചീന്തൽ. അതായത് ഇനി യേശു ക്രിസ്തുവിലൂടെ കടന്നു വരുന്നൊരു വ്യക്തിക്ക് ഒരു തിരശീലയുടെ ആവശ്യമില്ല. അവന് ദൈവപിതാവിനെ കെട്ടിപ്പിടിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തെ അവൻ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. തടസ്സങ്ങൾ മാറ്റപ്പെട്ടിരിക്കുന്നു. എൻ്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുമ്പ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്ത് വർണ്ണവിവേചനം, കൊടിയ വർണ്ണവിവേചനം നിലനിന്നിരുന്ന സമയത്ത് സംഭവിച്ച ഒരു സംഭവം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. അന്ന് പ്രിയപ്പെട്ടവരെ, വെളുത്ത വർഗ്ഗക്കാരായ ചിലർ ഒരു വീട്ടിലേക്ക് ഇരച്ചു കയറുകയാണ്. അവർ ആ വീട്ടിലെ 18 വയസ്സുള്ള മകനെ അമ്മയുടെയും അപ്പൻ്റെയും മുൻപിൽ വെച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. ഈ ക്രൂരകൃത്യത്തിന് നേതൃത്വം കൊടുത്തിരുന്ന വ്യക്തിയുടെ പേര് വാൻഡൻ ബ്രോക്ക് എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. കറുത്തവർഗ്ഗക്കാരനായ 18 വയസ്സുകാരനെ അപ്പൻ്റെയും അമ്മയുടെയും മുൻപിൽ വെച്ച് വെടിവെച്ച് കൊന്നു. നിങ്ങൾക്കറിയാം എന്തുമാത്രം ദുഃഖത്തിലൂടെ ആ കുടുംബം കടന്നുപോയി. വീണ്ടും 8 വർഷം കഴിഞ്ഞ് ഈ വാൻഡൻ ബ്രോക്കും
ഒരു 4-5 കൂട്ടുകാരും കൂടെ കടന്നു വന്ന് ഈ സ്ത്രീയുടെ മുൻപിൽ വെച്ച്, മകൻ നഷ്ടപ്പെട്ടു പോയ സ്ത്രീയുടെ മുമ്പിൽ വെച്ച് അവളുടെ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, ഭർത്താവ് മരിക്കുന്നതിന് തൊട്ട് മുമ്പ്, ജീവൻ പോകുന്നതിന് തൊട്ട് മുമ്പ് തൻ്റെ ഭാര്യയുടെ മുഖത്ത് നോക്കി പറയുന്നു, നീ അവരോട് പൂർണ്ണമായി ക്ഷമിക്കണം കേട്ടോ, ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു, നീ അവരോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ മരണത്തെ പുൽകുകയാണ്. ഈ അമ്മച്ചി ഒറ്റയ്ക്കായി പോവുകയാണ്. ഏതാണ്ട് 78 വയസ്സോളം പ്രായമുണ്ട് ഈ അമ്മച്ചിക്ക്. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് അവിടുത്തെ കോടതിയിൽ ഈ കേസ് നടക്കുന്ന സമയത്ത് ജഡ്ജ് ഈ അമ്മച്ചിയോട് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ ഈ അമ്മച്ചി നിറ കണ്ണുകളോട് പറയാണ്, എനിക്ക് 3 കാര്യങ്ങൾ കോടതിയോട് പറയാനുണ്ട്. ഒന്ന്, എൻ്റെ ഭർത്താവ് മരിച്ചു വീണ സ്ഥലത്ത് എനിക്ക് വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും പോകണം. ആരോഗ്യത്തിൻ്റെ കുറവ് മൂലം എനിക്കതിനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ കോടതി അതിനുവേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്ത് എന്നെ വർഷത്തിൽ ഒരിക്കലെങ്കിലും എൻ്റെ ഭർത്താവ് മരിച്ചു വീണ സ്ഥലത്ത് എന്നെ ഒന്ന് കൊണ്ടുപോകണം. ഇപ്പോൾ ഞാൻ അവിടെയല്ല താമസിക്കുന്നത്. രണ്ടാമതായിട്ട്, വർഷത്തിൽ ഒരു 6 പ്രാവശ്യമെങ്കിലും എൻ്റെ ഭർത്താവിനെ കൊന്ന ഈ ചെറുപ്പക്കാരൻ, ഈ വാൻഡൻബ്രോക്ക് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വരണം. എൻ്റെ വീട്ടിൽ അവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ താമസിക്കണം. എനിക്കവൻ ആഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഒരമ്മ മകന് കൊടുക്കുന്ന സ്നേഹം എനിക്ക് എൻ്റെ ഭർത്താവിനെയും മകനെയും കൊന്ന ഈ കൊലയാളിക്ക് കൊടുക്കണം. മൂന്നാമതായി, ദൈവം അവനോട് ക്ഷമിച്ചിരിക്കുന്നു, ഞാനും അവനോട് പൂർണ്ണമായി ക്ഷമിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ഇപ്പോൾ ഈ കോടതിയിൽ കുറ്റവാളികൾക്കുള്ള കൂടിൻ്റെ അകത്ത് നിൽക്കുന്ന, ആ ക്യാബിൻ്റെ അകത്ത് നിൽക്കുന്ന വാൻഡൻ ബ്രോക്കിനെ എനിക്ക് ഒന്ന് കെട്ടിപ്പിടിക്കണം. ഒരമ്മയുടെ സ്നേഹം കൊടുത്തുകൊണ്ട് എനിക്ക് ആ മകനെ ഒന്ന് ആലിംഗനം ചെയ്യാൻ കോടതി അനുവാദം തരണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അമ്മച്ചി ഇത് പറഞ്ഞപ്പോൾ കോടതി പറഞ്ഞു, അനുവദിച്ചിരിക്കുന്നു. അമ്മച്ചി തൻ്റെ ഭർത്താവിനെയും മകനെയും കൊന്ന വാൻഡൻ ബ്രോക്കിനെ കെട്ടിപ്പിടിക്കുവാൻ ആ കൂടിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ മനുഷ്യൻ സ്നേഹം താങ്ങാൻ പറ്റാതെ ബോധം കെട്ട് താഴെ വീഴുകയാണ്. കോടതിയിൽ കരയാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ആരോ അമേസിംഗ് ഗ്രേസ് എന്ന് പറയുന്ന ഗാനം പാടാൻ തുടങ്ങി. കോടതിയിലുണ്ടായിരുന്ന സകലരും ആ ഗാനം ഏറ്റുപാടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു മനുഷ്യൻ കാണിച്ച ക്ഷമയുടെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ്. എന്നാൽ ദൈവം കാണിച്ചത് നമ്മുടെ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിൻ്റെ അപ്പുറമാണ്. മുഴുവൻ മനുഷ്യവർഗത്തോടും യേശു ക്രിസ്തുവിലൂടെ അവിടുന്ന് ക്ഷമിച്ചുകൊണ്ട് തൻ്റെ സ്നേഹം കാണിച്ചുകൊണ്ട് പറയുന്നു, മക്കളെ, ഇനി വേർതിരിവില്ല, ഇനി ഭിത്തിയില്ല, ഇനി കേട്ടണില്ല, ഇനി തിരശ്ശീലയില്ല, നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് കയറി വരാം. വേർതിരിവിൻ്റെ ആ തിരശ്ശീല ദൈവം തന്നെ കീറിക്കളഞ്ഞു. ഈ തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ, മകളെ, ദൈവത്തെ നിനക്ക് ഭയമാണെങ്കിൽ, ദൈവത്തെ നോക്കാൻ നിനക്ക് പേടിയാണെങ്കിൽ, ദൈവം നിന്നെ ശിക്ഷിക്കുമെന്നോർത്ത് ഭയന്നിരിക്കുകയാണെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ കുരിശിലൂടെ ഇന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലാൻ ദൈവം നിന്നെ വിളിക്കുകയാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശു ക്രിസ്തുവിലൂടെ ദൈവം ലോകത്തിന് കാണിച്ചു കൊടുത്തത് തന്നെയാണ്. താൻ സ്നേഹമാണ് എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടും മനസ്സിലാകാതിരുന്ന മനുഷ്യവർഗത്തിന് താൻ സ്നേഹമാണെന്ന് തെളിയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാരിലൂടെ അനേക തവണ പറഞ്ഞു കൊടുത്തിട്ടും മനുഷ്യൻ അതിൻ്റെ അർത്ഥം മനസ്സിലാകാതിരുന്നപ്പോൾ ജീവിച്ച് കാണിക്കുവാൻ, ദൈവം എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിച്ചു തരാൻ യേശു വന്നു. സ്നേഹത്തിൻ്റെ ആഴം വെളിപ്പെടുത്താൻ യേശു കുരിശിൽ മരിക്കുകയാണ്. ഇനി നമ്മൾ മാറി നിൽക്കരുത്. നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വർഗത്തിലോ രാജ്യത്തോ പെട്ട വ്യക്തിയാണെങ്കിലും ഇത് മനസ്സിലാകുന്നുവെങ്കിൽ യേശുവിലേക്ക് ചെല്ലുക. യേശു ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തെ കുറ്റബോധമില്ലാതെ ശിരസ് കുനിയാതെ അപ്പാ എന്ന് വിളിക്കാനുള്ള ആ സ്വാതന്ത്ര്യം ദൈവം തരികയാണ്. ചെല്ലുക, എൻ്റെ അപ്പാ എന്ന് വിളിക്കുക. രണ്ടാമതായി, തിരശ്ശീല കീറിയതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ വെയിൽ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേട്ടൺ എന്ന് പറയുന്നത്, അതിൻ്റെ ആ കേട്ടൺ കീറിയതിൻ്റെ അകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രഹസ്യങ്ങൾ അതിൻ്റെ അകത്ത് ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഒരു രഹസ്യത്തിൻ്റെ കേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ കീറിപ്പോകുന്നത്. എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമാക്കി ഞാൻ പറഞ്ഞു തരാനായിട്ട് പോവുകയാണ്. മനുഷ്യവർഗം ദൈവത്തോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയാണ് ദൈവം അയച്ച തൻ്റെ വചനത്തെ, വചനം മാംസമായി വന്ന യേശുവിനെ, ദൈവത്തിൻ്റെ തന്നെ സ്വന്തം വചനമായ യേശുവിനെ മനുഷ്യൻ കുരിശിൽ തറച്ചു കൊന്നു എന്നത്. മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകനെ മനുഷ്യൻ ശത്രുവായി കൊണ്ടുകൊണ്ട് ആ ദൈവപുത്രനെ കൊന്നുകളഞ്ഞതാണ്. കുരിശിൽ തറച്ച് തീവ്ര വേദന സഹിക്കത്തക്ക വണ്ണം
മരണത്തിന് വിധിച്ച് കൊന്നുകളഞ്ഞതാണ് മനുഷ്യൻ ദൈവത്തോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത്. എന്നാൽ ഇതേ ക്രൂരതയെ തന്നെ ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാക്കി ദൈവം മാറ്റുകയാണ്. മനുഷ്യൻ ദൈവത്തോട് കാണിച്ച ഏറ്റവും വലിയ ക്രൂരതയെ തന്നെ മനുഷ്യനെ രക്ഷിക്കാനുള്ള ഉപാധിയാക്കി ദൈവം മാറ്റുകയാണ്. ഇത് ദൈവത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു രഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു മിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് മനുഷ്യൻ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയെ മനുഷ്യനോടുള്ള ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാക്കി ദൈവം മാറ്റുകയാണ്. മനുഷ്യൻ ദൈവത്തോട് ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് കാൽവരിയിൽ കുരിശിൽ പിടയുന്ന യേശു. ദൈവം മനുഷ്യനോട് കാണിച്ച ഏറ്റവും വലിയ സ്നേഹവും കാൽവരിയിൽ പിടയുന്ന യേശു തന്നെയാണ്. ഇത് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. വലിയ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു, ദൈവം എന്നോട് ക്രൂരമായിട്ടാണ് പെരുമാറുന്നത്, ദൈവം എന്നെ കൈവിട്ട് കളയുന്നു, ദൈവം എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, ദൈവം എന്നെ ഗൗനിക്കുന്നില്ല, ദൈവത്തിന് എൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഇതേ കാര്യങ്ങൾ തന്നെ സത്യത്തിൽ ദൈവം വലിയൊരു നന്മയ്ക്കായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളത് അറിയുന്നില്ല. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് കാര്യങ്ങളുടെ കിടപ്പ് പിടികിട്ടി തുടങ്ങും. കാര്യം ഇപ്പോൾ നമുക്കത് മനസ്സിലാകുന്നില്ല, കാരണം നമുക്കത് കാണാൻ പറ്റുന്നില്ല. എന്നാൽ ദൈവത്തിനത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത് കൊണ്ട് ഈ മിസ്റ്ററി, ഈ രഹസ്യം ദൈവത്തിന് നന്നായിട്ട് അറിയാം. പക്ഷേ നമുക്ക് അത് മനസ്സിലാകുന്നില്ല. ജോസഫിനെ സ്വന്തം സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിൽ എറിയുന്നു. ആരും ചെയ്യാത്ത കാര്യമാണ്. പൊട്ടക്കിണറ്റിൽ നിന്നും പൊക്കിയെടുത്ത് അടിമയായി വിൽക്കുന്നു. കിട്ടിയ വെള്ളിക്കാശുകൾ അവർ കൊണ്ടുപോയി തൂർത്തടിക്കുന്നു. സ്വന്തം അനുജനെ അടിമയെ സ്ലേവായിട്ട് വിറ്റ് കളയുന്നു. കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് സ്വന്തം അനുജനെ കെട്ടിയിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഈ സഹോദരന്മാർ അത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. അവനെ വിറ്റ കാശ് കൊണ്ടുപോയി അവർ അവരുടേതായിട്ടുള്ള ലക്ഷറീസ് ലൈഫ് തൂർത്തടിച്ച ആ പൈസയെല്ലാം അവർ നശിപ്പിച്ച് കളയുന്നു. പ്രിയപ്പെട്ടവരെ, ജോസഫിൻ്റെ മനസ്സിൽ എന്തുമാത്രം വേദന ഉണ്ടായിരുന്നു കാണാം. ജോസഫ് അടിമയായിട്ട് ചെന്ന ഭവനത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്നു. വിശുദ്ധിയോടെ ജീവിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ അവിടെ വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കാതിരുന്നതിനാൽ, പാപത്തിന് കൂട്ടു നിൽക്കാത്ത ഒറ്റ കാരണത്താൽ ജോസഫ് ജയിലിലാകുന്നു. ജോസഫിന് വേണേ ചിന്തിക്കാൻ ദൈവം എന്നെ ഉപേക്ഷിച്ചു. ജയിലിൽ ജോസഫ് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു, ഒരാളെ സഹായിക്കുന്നു. അയാൾ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ ജോസഫിനെ മറന്നു പോകുന്നു. എന്ന് പറഞ്ഞാൽ എല്ലാ വിധത്തിലും ജോസഫ് എല്ലാവരാലും കൈവിടപ്പെട്ടു. ഏത് വിധത്തിൽ വേണമെങ്കിലും നമുക്ക് ചിന്തിക്കാം, ജോസഫിന് ദൈവത്തെ തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനുമുള്ള എല്ലാ റൈറ്റും ഉണ്ടായിരുന്നു. പക്ഷെ ജോസഫ് ദൈവത്തെ വിശ്വസിക്കുകയാണ്. ദൈവം ഇതെല്ലാം തൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റുകയാണ്. ഇതൊരു രഹസ്യമാണ്, ഇതൊരു മിസ്റ്ററിയാണ്, ഇതൊരു വിരോധാഭാസമായ കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും ബുദ്ധി കൊണ്ട് അതിൻ്റെ കറക്റ്റ് മീനിങ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം. ജോസഫ് അതുകൊണ്ട് കണ്ണുമടച്ച് വിശ്വസിച്ചു. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, കൃത്യസമയമാകുമ്പോൾ ദൈവം ഇടപെടുകയാണ്. ഫറവോയ്ക്ക് ഒരു സ്വപ്നമുണ്ടാകുന്നു. ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റുന്നില്ല. ജയിലിൽ കിടക്കുന്ന ജോസഫിനെ ഉദ്യോഗസ്ഥൻ ഓർക്കുന്നു. സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ള ഒരുത്തൻ ജയിലുണ്ടെന്ന് പറയുന്നു. ജോസഫിനെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ജോസഫ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മനോഹരമായിട്ട് സ്വപ്നം വ്യാഖ്യാനിക്കുന്നു. ഒറ്റ ദിവസം കൊണ്ട് ജോസഫിൻ്റെ ഡെസ്റ്റിനി മാറുകയാണ്. അവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നു. അവൻ ഈജിപ്തിലെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഈജിപ്തിൽ വലിയൊരു ക്ഷാമം വരുന്നു. ഭക്ഷണം കിട്ടുന്നില്ല. ഈ സമയത്ത് ഭക്ഷണത്തിന് വേണ്ടി ജോസഫിൻ്റെ അപ്പനും സഹോദരങ്ങളും ഒന്നും അറിയാതെ ജോസഫിനെ കാണാൻ വരുന്നു. ജോസഫ് ആ സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ അടിമയായി വിറ്റതോർത്ത് വിഷമിക്കേണ്ട. നമ്മളെ ക്ഷാമത്തിൽ നിന്നും വലിയ പട്ടിണിയിൽ നിന്നും രക്ഷിക്കാൻ ദൈവമാണ് നിങ്ങൾക്ക് മുൻപായി എന്നെ ഇവിടത്തേക്ക് അയച്ചത്. സഹോദരന്മാരെ, ചേട്ടന്മാരെ, ജ്യേഷ്ഠന്മാരെ, നിങ്ങൾ എന്നെ വിറ്റതിനെ ഓർത്ത് വിഷമിക്കേണ്ട. ഞാൻ വലിയ സഹനത്തിലൂടെ കടന്നു പോയതിനെ ഓർത്ത് എനിക്കും ദുഃഖമില്ല. നിങ്ങൾ എന്നെ ഉറ്റുകൊടുത്തല്ലോ എന്നോർത്ത് നിങ്ങളും കരയണ്ട. ദൈവം വലിയൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. പ്രിയപ്പെട്ടവർ, ഇതൊരു രഹസ്യമാണ്. വലിയ സഹനത്തിലൂടെ കടത്തിവിട്ടിട്ട് അതിൻ്റെ അവസാനം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയൊരു അനുഗ്രഹവുമായി കാത്തു നിൽക്കുന്ന ഒരു ദൈവത്തെ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതാ ഞാൻ പറഞ്ഞത്, വിരോധാഭാസത്തിൻ്റെ മിസ്റ്ററിയുടെ കേർട്ടൺ ഇവിടെ കീറപ്പെടുകയാണ്. ഡാനിയലിനെ ബാബിലോണിലേക്ക് ചങ്ങലകളിട്ട് കെട്ടിക്കൊണ്ടുപോകുമ്പോൾ അന്ന് ജീവിച്ചിരുന്ന ഏറ്റവും വിശുദ്ധനായ വ്യക്തിയാണ് ഡാനിയൽ എന്ന് പറയുന്നത്. ഡാനിയലിന് വേണമെങ്കിൽ ഇങ്ങനെ ചിന്തിക്കാം, ഞാൻ വിശുദ്ധനായിട്ട് ജീവിച്ചതുകൊണ്ടാണോ എന്നെ ഇപ്പോൾ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത്? പക്ഷെ ഡാനിയലിന് അറിയാമായിരുന്നു, ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. ആ വിജാതീയ ദേശത്ത് ചെന്ന ഡാനിയൽ ദൈവത്തോട് കൂടെ തന്നെ ജീവിച്ചു. ഒടുവിൽ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്യാത്ത ഡാനിയൽ സിംഹക്കുഴിയിൽ എറിയപ്പെടുന്നു. പക്ഷെ സിംഹക്കുഴിയിലേക്ക് വീഴുന്ന ഡാനിയലിനെ
ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്ന് രക്ഷിക്കുന്നു. സിംഹങ്ങൾ വായടയ്ക്കുന്നു. ദൈവമഹത്വം വെളിപ്പെടുന്നു. രാജാവ് അത്ഭുത പരതന്ത്രനാകുന്നു. രാജാവ് ഇപ്രകാരം ഒരു ഡിക്ലറേഷൻ നടത്തുകയാണ്: ഡാനിയലിന്റെ ദൈവമാണ് യഥാർത്ഥ ദൈവം, സകല ജനങ്ങളും ഡാനിയലിന്റെ ദൈവത്തെ കുമ്പിടണം. പ്രിയപ്പെട്ടവരെ, സത്യദൈവത്തെ അറിയാതിരുന്ന ഒരു രാജ്യത്ത് സത്യദൈവം ആരാണെന്ന് കാണിച്ചു കൊടുക്കുവാൻ ഡാനിയലിന്റെ ജീവിതത്തിൽ ദൈവം ഒരു സഹനം അനുവദിക്കുകയാണ്. ആ സഹനത്തിന്റെ ഒടുവിൽ ദൈവമഹത്വം വെളിപ്പെടുന്നു. ഇത് ബൈബിളിൽ ഉടനീളം കാണുന്ന ഒരു സത്യമാണ്. നമ്മളെയും കർത്താവ് ഇത് പഠിപ്പിക്കും. മൂന്നാമതായി, ജഡത്തിന്റെ തിരശീല ചീന്തപ്പെടണം എന്ന ഒരു സന്ദേശം കർത്താവ് ഈ തിരശീല കീറുന്ന സംഭവത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. വചനം ഹെബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്ക് വേണ്ടി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടപ്പോൾ ഉണ്ടായ മുറിവിലൂടെ കടന്നു ചെല്ലുന്ന പാപിയായ ഒരു മനുഷ്യന് അവിടുത്തെ പരിശുദ്ധമായ രക്തത്തിൻ്റെ കഴുകൽ ലഭിക്കുന്നു. ആ മുറിവുകൾക്കുള്ളിലൂടെ കടന്നു ചെല്ലുന്ന ഒരു വ്യക്തിക്ക് പിതാവായ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുന്നു, പുത്രനായ ദൈവത്തെ രുചിച്ചറിയാൻ പറ്റുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ അഭിഷേകം ഏറ്റുവാങ്ങാൻ സാധിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പാപിയായ ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലുവാൻ തൻ്റെ ശരീരമാകുന്ന തിരശീലയിലൂടെ, കേട്ടണിലൂടെ അവൻ നമുക്ക് വേണ്ടി സജീവവും നവീനവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മനസ്സിലാക്കണം: യേശു ക്രിസ്തു കുരിശിൽ മരിച്ചു, അതുകൊണ്ട് ഇനി എന്ത് തോന്നിവാസവും എനിക്ക് കാണിക്കാമെന്നല്ല ഇതിൻ്റെ അർത്ഥം. യേശു നമുക്കൊരു മാതൃക കാണിച്ചു തന്നിട്ട് പറയുകയാണ്: നിങ്ങളുടെ ജഡവും ഇതുപോലെ കീറപ്പെടണം. തിരശീല കീറിയതുപോലെ നിങ്ങളുടെ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ കീറണം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 28 മുതലുള്ള വചനങ്ങൾ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: യഥാർത്ഥ പരിച്ഛേദനം ബാഹ്യമോ ശാരീരികമോ അല്ല, യഥാർത്ഥ പരിച്ഛേദനം ഹൃദയത്തിലാണ് നടക്കുന്നത്. അത് പുറമേയുള്ളതല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന പരിച്ഛേദനമാണ് യഥാർത്ഥ പരിച്ഛേദനം. അവന് പ്രശംസ ലഭിക്കുന്നത് മനുഷ്യരിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ആരും കാണാതിരിക്കുന്ന സമയങ്ങളിൽ ജഡമുണർന്നു വരുമ്പോൾ, പാപം ചെയ്യാൻ നമ്മെ മാടി വിളിക്കുമ്പോൾ, ജഡത്തിൻ്റെ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശുദ്ധിക്കെതിരായ പ്രലോഭനം ഉണ്ടാകുമ്പോൾ, അശുദ്ധ ചിന്തകൾ ഉണർന്നു വരുമ്പോൾ, ജഡം അതിൻ്റെ വികാരങ്ങളോടുകൂടി നമ്മളെ പാപത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ, പാപത്തിൻ്റെ സുഖം കാണിച്ചു തരുമ്പോൾ, ഇല്ല 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 എന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം മകനാണ്, മകളാണെന്ന് പറഞ്ഞുകൊണ്ട്, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ഓമനക്കുട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ മുറുകെ പിടിച്ചുകൊണ്ട്, കുരിശിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട്, യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, അവൻ്റെ കൃപയിൽ ചാരിക്കൊണ്ട് ഞാൻ ആ ജഡത്തിൻ്റെ മോഹത്തെ തോൽപ്പിക്കുമ്പോൾ എൻ്റെ ജഡം കീറി മുറിയപ്പെടും. ദേവാലയത്തിലെ തിരശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറിയതുപോലെ എൻ്റെ ജഡം ആ സമയത്ത് മുറിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ജഡത്തെ നമ്മൾ ക്രൂശിക്കുവാൻ വിട്ടുകൊടുക്കണമെന്നാണ് പഠിപ്പിക്കുന്നത്. ജഡത്തെ ക്രൂശിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ അഭിഷേകം വർദ്ധിക്കുകയാണ്, പരിശുദ്ധാത്മ ശക്തി നമ്മിൽ ഉണരുകയാണ്. ഓരോ പ്രാവശ്യം നാം ജഡത്തെ ക്രൂശിക്കുമ്പോഴും നമ്മിലുള്ള ആത്മാവിൻ്റെ അഭിഷേകം വർദ്ധിക്കുകയാണ്, നമ്മിലുള്ള ആത്മാവിൻ്റെ ചൈതന്യം വർദ്ധിക്കുകയാണ്. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവർ പലപ്പോഴും സങ്കടം പറയുന്നു: ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ടോ അഭിഷേകം കിട്ടുന്നില്ല, എന്നും പള്ളിയിൽ പോയിട്ടോ അഭിഷേകം കിട്ടുന്നില്ല, എന്നും കൊന്ത ചൊല്ലിട്ടോ അഭിഷേകം കിട്ടുന്നില്ല. കാര്യം എന്താ? ജഡം ക്രൂശിക്കപ്പെടുന്നില്ല, ജഡത്തിൻ്റെ തിരശീല കീറുന്നില്ല. ജഡം കട്ടിയുള്ള ഒരു തിരശീലയായിട്ടിരിക്കുകയാണ്. അത് ചീന്തപ്പെടണം, അത് കീറണം. എങ്കിൽ മാത്രമേ ആത്മാവിൽ വസിക്കുന്ന ദൈവത്തെ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, അടുത്തതായിട്ട് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ, നാലാമതായിട്ടുള്ള ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ: ഒരു പുതിയ മാർഗം ദൈവം തുറന്നു തരികയാണ്. അതായത്, പഴയ നിയമ കാലഘട്ടത്തിൽ ജെറുസലേം ദേവാലയത്തിൻ്റെ അകത്ത് മാത്രമേ ദൈവം ഉണ്ടായിരുന്നുള്ളൂ. പുതിയ നിയമ കാലഘട്ടത്തിൽ 1 കൊരിന്ത്യർ 3:16 പറയുന്നു: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾ അറിയുന്നില്ലേ? അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം 48-ാം തിരുവചനം പറയുന്നു: കരങ്ങളാൽ നിർമ്മിതമായ ആലയങ്ങളിൽ അത്യുന്നതൻ വസിക്കുന്നില്ല. അതായത്, പഴയ നിയമത്തിൻ്റെ സിസ്റ്റത്തെ പൊളിച്ചു മാറ്റിക്കൊണ്ട് പുതിയ നിയമത്തിൽ എന്നെയും നിങ്ങളെയും ദേവാലയമാക്കി മാറ്റുന്ന, എന്നെയും നിങ്ങളെയും സക്രാരിയാക്കി മാറ്റുന്ന ഒരു പുതിയ സിസ്റ്റം ദൈവം തുറന്നു തരികയാണ്. തിരശ്ശീല കീറിയതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പുതിയ നിയമത്തിൽ എന്താണ് ദൈവം എന്നെ പഠിപ്പിക്കുന്നത്? ദൈവമേ, അങ്ങെന്നെ അങ്ങയുടെ ആലയമാക്കി മാറ്റുന്നുവല്ലോ, ഞാനാണ് അങ്ങയുടെ ആലയം, അങ്ങ് എന്നിൽ നിറഞ്ഞ് മഹത്വമെടുക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അതെന്നെ പഠിപ്പിക്കുന്നതിനായി നന്ദി. നമുക്ക് കണ്ണുകളടയ്ക്കാം. യേശുവേ,
തിരശീല എന്നിലും ചീന്തപ്പെടട്ടെ, എൻ്റെ ജഡം മുറിയപ്പെടട്ടെ, ക്രൂശിക്കപ്പെടട്ടെ, ഞാൻ അങ്ങേ അനുഭവിച്ചറിയട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന.